നാളെയുള്ള സമരത്തിൽ നിങ്ങൾ നിയമം കയ്യിലെടുക്കും എന്നതാണോ നിങ്ങൾ വ്യക്തമാക്കുന്നത്? അത് കണ്ടിട്ട് പറയാമെന്നൊക്കെ പറയുമ്പോഴും ഈ പറയുന്നത് വൈകാരികതയിൽ പറയുന്നില്ലല്ലോ, അതിലൊരു പ്ലാൻ ഉണ്ട്, തീരുമാനമുണ്ട്. ഇവിടെ ഒരു യാതൊരു തരത്തിലുള്ള ലക്ഷ്യബോധമില്ലാത്ത ഒരു ചർച്ച, ആ ചർച്ചയിൽ ഇരുന്ന് തനി നുണ തന്നെ പറയുന്ന ചില പങ്കെടുക്കുന്ന ആളുകൾ, അതായത് ചില പാർട്ടികളെ പ്രതിനിധീകരിച്ച് വരുന്ന ആളുകൾ. കോൺഗ്രസിന്റെ പ്രതിനിധി, UDF-ന്റെ പ്രതിനിധി പറഞ്ഞത് CPM-ന്റെ പ്രതിനിധി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പരമ പുച്ഛവും കഷ്ടവും തോന്നുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പുച്ഛം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളിരിക്കുന്ന ചർച്ചയിൽ വരണ്ട. ഞങ്ങൾ വസ്തുതകൾ വെച്ച് ഫാക്ട്സ് ആണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്തു ഈ നാടിന് വേണ്ടി, ഞങ്ങൾ എന്താണ് ചെയ്തത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങളെ ഞാൻ പറയട്ടെ, അല്ല ഇത് മര്യാദകേട്, അല്ല മര്യാദകേട്. 15 ഞാൻ കേട്ടിരുന്നപ്പോ താങ്കൾ ചോദിച്ചു എന്താണ് ലക്ഷ്യബോധമില്ലാത്ത ചർച്ച എന്നൊക്കെ പറയും. എന്റെ അഭിപ്രായം ഞാൻ പറയും. താങ്കൾ മൈക്ക് ഓഫ് ചെയ്തോ, ക്യാമറ ഇനിയുള്ള അരമണിക്കൂർ 25 മിനിറ്റ് നിങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ടിരുന്നിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ താങ്കൾക്ക് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ താങ്കളുടെ മൈക്ക് ഓഫ് ചെയ്യാൻ പറയൂ. കൊടുക്കൂ. ഞാൻ പറയുന്നില്ല. ആരൊക്കെയാണ് മണ്ടത്തരം പറഞ്ഞത്? അഡ്വക്കേറ്റ് കുമാർ, ഞാൻ പറയണം? പറഞ്ഞോളൂ. താങ്കൾ അത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ സ്മൃതി പരുത്തിക്കാണെ. കാരണം CPM-ന്റെ പ്രതിനിധി വന്ന് വായ അനക്കുമ്പോഴേക്കും താങ്കളുടെ ഈ ഒച്ചപ്പാടുണ്ടല്ലോ കേൾക്ക്. കേന്ദ്രം മാനദണ്ഡങ്ങൾ ഇടുന്നത് തീർച്ചയായിട്ടും പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കേന്ദ്രത്തിന്റെ റാങ്ക് പട്ടികയിൽ എത്രാമത്തെയാണ്? 10-നുള്ളിലാണെന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞത് ആരോഗ്യ മേഖലയിൽ കേരളം 10 എണ്ണത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. BJP-യുടെ പ്രതിനിധിയാ പറഞ്ഞ 10 എണ്ണത്തിൽ ഉണ്ടെന്ന് പറയുന്നു. മിസ്റ്റർ BJP-യുടെ പ്രതിനിധി, നിങ്ങൾ കേൾക്ക്. അവസാനത്തെ 3 വർഷം ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനത്തിനുള്ള അവാർഡ് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ഈ കേരളത്തിന് തന്നത്. 30 ലക്ഷം പേർക്ക്. കേരളത്തിന്റെ ജനസംഖ്യയിൽ 12 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് സൗജന്യ ചികിത്സ. 7000 കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. നിങ്ങൾ അതിൽ അവസാനത്തെ തുടർച്ചയായ 3 വർഷം 1ാം സ്ഥാനം തരികയാ. എത്ര തവണയാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന് കേന്ദ്രത്തിന്റെ പ്രശംസയും അവാർഡും കിട്ടിയത്? എന്നിട്ട് പറയാ 10 എണ്ണം കിട്ടുന്നതിൽ ഏതോ ഒന്ന് കേരളത്തിനുണ്ട്. ആങ്കറാണ് താങ്കളെങ്കിൽ താങ്കൾ ഇടപെടും. ഇത് കേരളത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്, കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രതിനിധി വന്ന് പച്ചയായ കള്ളം പറയുമ്പോൾ അത് തെറ്റാണെന്ന് ഇടപെടുക, ആ മര്യാദ താങ്കൾ കാണിച്ചില്ല എന്നതാണ് പറഞ്ഞത്. അല്ല, ഒന്നും ഉണ്ടായിരിക്കാൻ പറയും അദ്ദേഹത്തോട്. ഇതാണ് ലക്ഷ്യബോധമില്ലാത്ത ചർച്ച. ഒരാൾ പറയുമ്പോഴേക്കും പറഞ്ഞു ഉടക്കി ഒച്ചപ്പാടുണ്ടാക്കും. ജനം മുഴുവൻ കേട്ടോട്ടെ എന്ന് വിചാരിക്കും. കേൾക്കൂ. ഇവിടെ ഒരു സണ്ണി കപ്പിക്കാട് വന്നു. എന്താ പറഞ്ഞ അദ്ദേഹം? മന്ത്രി വന്ന് അവിടെ പ്രതിരോധം സൃഷ്ടിച്ചു. മന്ത്രി അവിടെ വന്നിട്ട് അവിടുത്തെ പരിശോധന തടഞ്ഞു. എന്താ മന്ത്രി പറഞ്ഞേ? താങ്കൾ എന്ത് നിരീക്ഷണം അത്രയും നാൾ നടത്തിയേ? ഏത് നിരീക്ഷണത്തിൽ നിന്നാ താങ്കൾ പറഞ്ഞേ? മന്ത്രിമാർ പറഞ്ഞ വാചകം ഞാൻ പറയാം. JCB കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് പരിശോധന നടത്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന നിങ്ങൾക്ക് വ്യാജ വാർത്തകൾ വെച്ച് ചർച്ച നടത്തണം 4-ാം ദിവസവും. നിങ്ങൾ നടത്തിക്കോന്നേ, നിങ്ങൾ എത്രയും നടത്തിക്കോ. ഞാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നല്ലോ. എന്താ മിണ്ടാതിരുന്നെന്താ? ഈ മണ്ടത്തരം ജനം കേൾക്കട്ടെ. ഇവിടെ 8.3 കോടിയാണ് UDF-ന്റെ കാലത്ത് 5 വർഷം കൊണ്ട് OP ടിക്കറ്റ് സർക്കാർ ആശുപത്രിയിൽ. എന്നാൽ 13.5 കോടിയാണ് LDF-ന്റെ കാലത്ത് OP ടിക്കറ്റ് 5 വർഷം കൊണ്ട്. ഏകദേശം ഇരട്ടിയോളം ഈ സർക്കാർ ആശുപത്രികൾ വന്ന് സൗജന്യ ചികിത്സ കിട്ടി. താങ്കളുടെ ജീവിത ദുരന്തത്തിൽ നിന്ന് മോചനം നേടിയ ആളുകളെല്ലാം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെ കുറ്റം പറയാൻ പറയുന്നവർ. റിപ്പോർട്ടർ ചാനൽ നാളെയും ചർച്ച നടത്തണം, മറ്റന്നാളും ചർച്ച നടത്തണം. ഒന്നും മിണ്ടായിരിക്കും മിസ്റ്റർ. നിങ്ങൾ എത്ര ഒച്ചപ്പാടുണ്ടാക്കിയാലും ആങ്കർ ഇടപെടില്ല. ഞാൻ സംസാരിക്കുമ്പോഴാണ് ആങ്കർക്ക് അതായത് നിങ്ങൾ ഇനിയും കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങൾക്ക് ബോധ്യപ്പെടും ഇത്തരത്തിലുള്ള ചർച്ച കാണുമ്പോൾ. നിങ്ങൾ 2021 വലിയ ചർച്ച നടത്തിയില്ലേ? പൊലിപ്പിച്ചില്ലേ? എന്തൊക്കെയായിരുന്നു? LDF ഗവൺമെന്റിനെ ആക്രമിക്കാൻ എല്ലാ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെയും കൊണ്ടുവന്ന് BJP നടത്തിയ ആക്രമണം ഉണ്ടല്ലോ. കോൺഗ്രസും മാധ്യമങ്ങളും എല്ലാം എത്ര മണിക്കൂറാ മാറ്റിവെച്ച് ഈ ആങ്കർ തന്നെ എത്ര ദിവസങ്ങൾ ചർച്ച നടത്തി, എത്ര മാസങ്ങൾ ചർച്ച നടത്തി. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്താ ചോദിച്ചത്? 91-ൽ നിന്ന് 99-ആയും 45% നിന്ന് 45.3% വോട്ടായും ഈ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച നേടിയത് ഇടതുപക്ഷ. ഞാൻ പറയും, താങ്കൾ കേൾക്കൂ. ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ചയിലേക്ക് ഞങ്ങൾ കുതിച്ചത് നിങ്ങൾ ഈ നുണപ്രചരണവും വ്യാജ വാർത്തകളും ചമച്ചുകൊണ്ടാണ്. അഡ്വക്കേറ്റ് അരുൺകുമാർ, നിങ്ങൾക്ക് തുടർ ഭരണം നൽകിയിട്ടുണ്ടെങ്കിൽ ആ തുടർ ഭരണത്തിന്റെ
നേട്ടമായി വരേണ്ടിയിരുന്നത് ഇതുകൂടിയാണ്. നേരത്തെ അവിടെ തീപിടുത്തമുണ്ടായതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എന്തായി? മറുപടി പറയാം. ഇവിടെ ലിഫ്റ്റ് കേടായി, അതുപോലെ തന്നെ തീ പിടിച്ചു. ഇതൊക്കെ പൊതു ആക്സിഡന്റ് ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാൻ അമാനുഷികമായ ശക്തി താങ്കൾക്കുണ്ടോ? ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ അതിനെ ഫലപ്രദമായി നേരിടുക എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയട്ടെ, ഞാൻ പറയാം കൃത്യമായിട്ട്. ഷോർട്ട് സർക്യൂട്ടുമായിട്ടുള്ള തീപിടുത്തമുണ്ടായെന്നും അവിടെ ഇത്തരത്തിലുള്ള നുണവാർത്ത, വ്യാജ വാർത്ത നിങ്ങൾ ചർച്ച ചെയ്യ്. 1, 2, 3 മണിക്കൂർ ചർച്ച ചെയ്യ്. നിങ്ങൾ ഇതിനെ വെറും രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്, മനുഷ്യത്വപരമായിട്ടല്ല ഇതിനെ കാണുന്നത്. അവിടെയാണ് വിഷയം. അല്ലല്ല, ഒരു രാഷ്ട്രീയപരമായിട്ട് ഒറ്റ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനുഷ്യത്വം പഠിക്കേണ്ട. ഞങ്ങൾ മനുഷ്യത്വം കൃത്യമായി പഠിച്ചോളാം. നിങ്ങൾ പഠിക്കുകയോ ചെയ്യും. നിങ്ങളിൽ നിന്ന് പഠിക്കേണ്ട. തെറ്റു പറയുമ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഒറ്റ മിനിറ്റ്. അതായത് ഇവിടെ ഒരു ഡോക്ടർ ഉപകരണം കയ്യിലില്ല, അല്ലെങ്കിൽ ഉപകരണത്തിന് കേടുവന്നു എന്ന് കൃത്യമായി ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ 2 ദിവസം കൊണ്ട് വന്നില്ലേ ഹൈദരാബാദിൽ നിന്ന്? ഈ കയ്യിലിരിക്കുന്ന സാധനം എന്താണെന്നറിയോ? 8/5/2025. അതായത് ഈ ഡോക്ടർ ഫേസ്ബുക്കിൽ 1.5 മാസം മുമ്പ് ഒരു ഡോക്ടർ ഫേസ്ബുക്കിൽ കുറിക്കേണ്ടി വന്നു. എത്ര ഡോക്ടർമാർക്ക് ധൈര്യമുണ്ട്? നിങ്ങൾ ഭയപ്പെടുത്തല്ലേ? ഈ അരുൺ പങ്കെടുക്കുന്ന ചർച്ചയിൽ നമ്മളെ വിളിക്കരുത്. ചുമ്മാ കാരണമില്ല, ഒരു രാഷ്ട്രീയ സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. സ്മൃതി, ഉത്തരം പറയണമെങ്കിൽ നിങ്ങൾ അവരോട് ഇവിടെ ആരാണ് കള്ളവാർത്ത പ്രചരിപ്പിച്ചത്? നിങ്ങൾ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഒരാൾ ഇനി ഇടപെടരുത്, ഞാൻ പറയാം. ഒരു കള്ളവാർത്തയും പറഞ്ഞിട്ടില്ല. ഡോക്ടർ ജയകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ വന്ന 2 മന്ത്രിമാരോടും ഞാൻ പറഞ്ഞ വിവരങ്ങളാണ് അവർ പറഞ്ഞത്. മന്ത്രിമാർ വരുന്നു, അപ്പോൾ തന്നെ പത്രക്കാർ ചോദിക്കുന്നു, പുതിയ JCB അടക്കമുള്ള സാമഗ്രികൾ വരട്ടെ, പരിശോധിക്കട്ടെ, എന്നിട്ട് പറയാം മറ്റാരെങ്കിലും പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ക്ലിപ്പിംഗ് നിങ്ങൾ കാണിക്കുന്നില്ല. ഈ ആരോഗ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക മന്ത്രി പറഞ്ഞില്ലെന്ന് പറഞ്ഞ വാചകം ഞാൻ അയച്ചിട്ടുണ്ട്. മറ്റാരും അവിടെ ഉള്ളതായിട്ട് ഇപ്പോ നമുക്ക് നിലവിൽ ഇതുവരെ ഇപ്പോ അവിടെ മെഷീൻ എത്തിയിട്ട് അത് പരിശോധന കൂടി നടത്തുകയാണല്ലോ. ആദ്യ പ്രതികരണം തന്നെയാണ് അയച്ചത്. ആദ്യ പ്രതികരണം താങ്കളുടെ മുന്നിലുള്ള പ്രതികരണമല്ല. വ്യാജവാർത്ത, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായി താങ്കൾക്കുള്ള വ്യക്തിവിരോധം തീർക്കാൻ, താങ്കൾക്കുള്ള വ്യക്തിവിരോധം വീഡിയോ കട്ട് ചെയ്തിടണോ? യഥാർത്ഥ വീഡിയോ ഞാൻ താങ്കൾക്ക് അയച്ചിട്ടുണ്ട്. വ്യക്തിവിരോധം തീർക്കാൻ വാചകം ഞാൻ കേൾപ്പിക്കാം. വീഡിയോ ഞാൻ താങ്കൾക്ക് അയച്ചിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ ാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് വാസവനും പറഞ്ഞു, പിന്നീട് ആരോഗ്യമന്ത്രിയും പറഞ്ഞു, കാര്യമില്ല. താങ്കളിങ്ങനെ രോഷം കൊണ്ടിട്ട് കാര്യമില്ല. ഇത് താങ്കളുടെ സ്ഥിരം അജണ്ട. വ്യാജ വീഡിയോ കൊണ്ട് വന്നിട്ട് വ്യക്തിപരമായി മന്ത്രിയെ ആക്രമിക്കാൻ അതാണ് പറഞ്ഞത്. മ്ലേച്ഛമായ ആരോപണം. ജനം കേൾക്കുന്നുണ്ട്. ജനം കേൾക്കട്ടെ. ധൈര്യമൊന്നും വെല്ലുവിളിയൊന്നും വേണ്ട. മറ്റൊരു ചാനലിന്റെ ചർച്ചയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. സ്റ്റുഡിയോ ഈ കേരളത്തിലെ പ്രേക്ഷകർ ഇന്നത്തെ ചർച്ചയിൽ പതിച്ചു വരികയാണ്. ഉളുപ്പില്ലായ്മയുടെ പര്യായമാണ് അരുൺകുമാർ. ഒരു അജണ്ടയും കൊണ്ടുവന്ന് 4 പേരെ ഇരുത്തി ഉളുപ്പില്ലായ്മ 4-5 ദിവസമായി വീഡിയോ എന്തിനാ കാണിക്കാത്തത്? ഉളുപ്പൊക്കെ ഞങ്ങൾ ജനങ്ങളോട് മറുപടി പറഞ്ഞോളാം. ജനങ്ങൾ പറഞ്ഞതാ നിലമ്പൂരിലെ മറുപടി കിട്ടിയല്ലോ. വെടിപ്പരി കിട്ടി ആയിക്കോട്ടെ. ഇപ്പൊ 98-42 98 ഞങ്ങളാ, നിങ്ങൾ 42.
അതുള്ളൂ, അത്രേ ഉള്ളൂ. ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്ന, തെരുവിൽ സമരങ്ങൾ ചെയ്യുന്ന പ്രതിപക്ഷ പാർട്ടികളെ നേരിടും എന്നാണ് ഡിവൈഎഫ്ഐയും സിഐടിയും പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിനും ഒരു വിലക്കുമില്ല. അതിനെയൊക്കെ രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ ആരോഗ്യമേഖല എന്ന് പറഞ്ഞാൽ കേരളം രൂപീകരിക്കപ്പെട്ട 1956 മുതൽ ഉള്ളതാണല്ലോ. 57 ആദ്യത്തെ ഗവൺമെന്റ് വന്നു. കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ഗവൺമെന്റുകളെല്ലാം അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഓരോ ഗവൺമെന്റുകൾ തമ്മിലുള്ള താരതമ്യപ്പെടുത്തലും ഓരോ ഗവൺമെന്റിന്റെ കാലത്ത് കൂടുതൽ ചെയ്ത കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യമേഖല തന്നെയാണ്, ലോകത്തിന് മാതൃകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടും രോഗികളുടെ എണ്ണം കൊണ്ടും സൗജന്യ സേവനം കൊണ്ടും എല്ലാം നമ്മൾ തന്നെയാണ് മുന്നിൽ. പക്ഷെ കൂടുതൽ ആളുകൾ ഈ കൃത്യമായി സർക്കാർ മേഖലയെ ആശ്രയിച്ചു വരുന്നു, പൊതുമേഖലയെ ആശ്രയിച്ചു വരുന്നു എന്നതുകൊണ്ട് തന്നെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം. ഭൗതിക സാഹചര്യങ്ങൾ കുറെ മെച്ചപ്പെടുത്താനുണ്ട്. മെഡിക്കൽ കോളേജുകളെല്ലാം 60-70 കൊല്ലം പഴക്കമുള്ളതാണ്. അത് പുതിയ കെട്ടിടങ്ങൾ പണിയണം. ഇപ്പോഴുള്ള രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വലിയ രൂപത്തിൽ നടക്കുകയാണ്. കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വൻകിട വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായി, ഒരാൾ മരിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ആ കുടുംബത്തിന്റെ കണ്ണീരൊപ്പുക, എല്ലാ തരത്തിലും കോമ്പൻസേറ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക, അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ്. അതിനു പകരം അതിനു വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, പ്രതിഷേധം ഒക്കെ ആകാം. പക്ഷേ മന്ത്രിയെ വഴിയിൽ തടയുന്നതും മന്ത്രിയുടെ വീട് ആക്രമിക്കുന്നതും ഓഫീസ് ആക്രമിക്കുന്നതും കായികപരമായിട്ട് ഒരു വനിതാ മന്ത്രിയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാക്കാലുള്ള ആക്രമണങ്ങളും പ്രസ്താവനകളും മന്ത്രിമന്ദിരത്തിലേക്കുള്ള മാർച്ചും അതുപോലെ മന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ ചാടുന്ന കാഴ്ചയും ഒക്കെ കാണുമ്പോൾ പോലീസിന്റെ വലിയ സംരക്ഷണ വലയം ഇല്ലായിരുന്നെങ്കിൽ ഉള്ള സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് ഒരു പോലീസ് പോലും ഇല്ലാതെയാണ് മന്ത്രി ആ വീട്ടിലെത്തിയത്. നടന്നു തന്നെയാണ് ആ വീട്ടിലേക്ക് വന്നത്. ഒരാൾ പോലും തടയാനുണ്ടായിട്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ 7 മണി എന്ന സമയം തിരഞ്ഞെടുക്കുന്നു, പോലീസിനെ അറിയിക്കാതെ പാർട്ടി സഖാക്കൾക്കൊപ്പം പോകുന്നു എന്നുള്ളത് എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പോലീസ് ഇല്ലാതെ പാർട്ടി സഖാക്കൾക്കൊപ്പം മന്ത്രി പോയിരിക്കുന്നു. രാവിലെ 7 മണിയാണ് ആ സമയം തിരഞ്ഞെടുത്തത്. ആരും അറിഞ്ഞിട്ടില്ല. വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമേ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുമുള്ളൂ ആ സമയത്ത്. അതൊരു ശരിയാണ്. അപ്പോൾ അത് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഭയപ്പാടില്ലാതെ പോയി എന്നാണോ? പോലീസ് പോലും ഇല്ലാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റും, മന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് ഇനി മുതൽ പാർട്ടി പ്രവർത്തകരാണ് എന്നതാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്തു വേണമെങ്കിലും ഊഹിച്ചോ, നിങ്ങൾ എന്തു വേണമെങ്കിലും റിപ്പോർട്ട് ചെയ്തോ. 4-5 മാസം മാസപ്പടി, എക്സലോജിക്കൽ, CMRL എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പൊലിപ്പിച്ച ഇടതുപക്ഷത്തെ ആക്രമിച്ചല്ലോ, മുഖ്യമന്ത്രിയെ കുടുംബത്തെ ആക്രമിച്ചല്ലോ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധിയോട് ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഇതുവരെ അപ്ലോഡ് ചെയ്ത മുഴുവൻ വീഡിയോകളും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റണം. ഒരു വാക്കുപോലും ഈ വിഷയത്തിൽ ഉന്നയിക്കരുതെന്ന് കേരളത്തിന്റെ സബ് കോടതിയും ഹൈക്കോടതിയിൽ ഇദ്ദേഹം കൊടുത്ത കേസ് പിൻവലിച്ചു പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. അതായത് 4-5 മാസം ചർച്ച ചെയ്ത വിഷയത്തിൽ സുപ്രധാനമായിട്ടുള്ള വിധി, ആ ആരോപണങ്ങൾ ഉന്നയിച്ച ആളോട് ഒരക്ഷരം മിണ്ടരുതെന്ന് കോടതി പറഞ്ഞ് ഇതുവരെ അപ്ലോഡ് ചെയ്ത് മുഴുവൻ പിൻവലിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടും അത് ചർച്ച ചെയ്യാൻ കേരളത്തിന്റെ മാധ്യമങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും മാറ്റിവെക്കാൻ സമയമുണ്ടായില്ല. കാരണം എല്ലാം 5-8 മാസം ചർച്ച ചെയ്ത വിഷയമാണ് പൂർണ്ണമായിട്ട് ഇല്ലാതായത്. ഇപ്പൊ ഇവിടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും ഈ മരണവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ എന്ത് ഇനി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, എന്ത് മുന്നോട്ട് പോകുന്നുള്ള കാര്യം നിങ്ങൾ വരും ദിവസങ്ങളിൽ കാണുക. നേരത്തെ നടന്ന ഒരു രക്ഷാപ്രവർത്തനം ഓർമ്മിക്കുകയാണ്. ആ രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഊഹിക്കാം. ഏതായാലും മുത്തങ്ങയിൽ സമരം നടത്തിയവരെ UDFന്റെ പോലീസ് നേരിട്ടതുപോലെയോ അടിയന്തരാവസ്ഥയിൽ പ്രതിഷേധിച്ചവരെ കോൺഗ്രസുകാർ നേരിട്ടതുപോലെയോ ആയിരിക്കില്ല. ഇവിടെ പ്രതിഷേധിക്കാനുള്ള അവകാശത്തിൽ ഞങ്ങൾ ഇടപെടില്ല. പക്ഷെ കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിമാരെ നിങ്ങളുടെ പ്രതിരോധം എനിക്ക് ഇത്രേ പറയാൻ ആ പ്രതിരോധം ചാനലിൽ വന്നിരുന്ന് വിശദീകരിക്കൽ ഞങ്ങളുടെ രീതിയല്ല. നിങ്ങൾ കണ്ടോളൂ, നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഒരൊറ്റ പോലീസും ഇല്ലെങ്കിൽ പോലും കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും കേരളത്തിന്റെ തെരുവീതികളിലൂടെ നടക്കും, അവരുടെ പരിപാടികളിൽ പങ്കെടുക്കും, അവർക്ക് പോകേണ്ടിടത്തൊക്കെ പോകും. അത് ഏതെങ്കിലും തരത്തിൽ തടയാൻ പോലീസ് വേണോ വേണ്ടോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. പോലീസ് ഉണ്ട്, പോലീസ് കാര്യക്ഷമമാണ്, ആഭ്യന്തര വകുപ്പുണ്ട്. പക്ഷേ പോലീസ് ഇല്ലെങ്കിലും കേരളത്തിൽ ഒരു മന്ത്രി ഇടുന്ന പരിപാടിയിൽ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റിയ സാഹചര്യം ഒരുക്കാൻ പറ്റിയ പാർട്ടിയും അതിന് പിന്തുണ കൊടുക്കാൻ പറ്റിയ സംവിധാനവും ഈ കേരളത്തിലുണ്ട്. അത് ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, ഊഹിക്കാം, നമുക്ക് തെരുവീതികളിൽ കാണുകയും ചെയ്യാം.